ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏകാന്തത അനുഭവിച്ചിട്ടില്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യനായി ജനിച്ച എല്ലാ വ്യക്തികളും ഏകാന്തതയുടെ തടവറയിൽ ചില നാളുകൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ഏകാന്തതയെന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കി ചോദിച്ചിട്ടുണ്ട്. പലരും ഉണ്ടായിരുന്നിട്ടും, എല്ലാവരും ഉണ്ടായിരുന്നിട്ടും, ഒരുപാട് പേർ ചുറ്റുമുണ്ടായിരുന്നിട്ടും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഏകാന്തതകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ബൈബിൾ ഒരിക്കൽ പോലും മനുഷ്യൻ ഏകനായിരിക്കണമെന്നോ ഒറ്റയ്ക്കിരിക്കണമെന്നോ ദൈവം ഒരു വട്ടം പോലും ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം തുറക്കുന്ന ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ദൈവം അവന് തക്ക തുണയെ കൊടുത്തു എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ ഏകാന്തത ഒരിക്കൽ പോലും ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുതയല്ല എന്ന് ഈ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ എന്തിനാണ് നമ്മൾ ഏകാന്തതകളിലായി പോകാറുള്ളത്? ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് അത്ര സുഖകരമായിരിക്കുന്ന ഒരു സംഗതിയല്ല. തനിച്ച് പാർക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യർക്ക് അവരുടെ ജീവിത പങ്കാളികളെ കൊടുത്തിരിക്കുന്നത്, മക്കളെ കൊടുത്തിരിക്കുന്നത്, അമ്മയപ്പന്മാരെ കൊടുത്തിരിക്കുന്നത്, സഹോദരങ്ങളെ കൊടുത്തിരിക്കുന്നത്, സഹജീവികളെ കൊടുത്തിരിക്കുന്നതൊക്കെ മനുഷ്യൻ്റെ ഏകാന്തതയ്ക്ക് പരിഹാരമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ ഏകാന്തതകളിൽ ആയിപ്പോകാറുണ്ട്, അഥവാ ദൈവം അവനെ അങ്ങനെ ഏകാന്തതയിലേക്ക് പറഞ്ഞു വിടാറുമുണ്ട്. എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതകൾ അനുവദിക്കുന്നത്? ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നത്? തീർച്ചയായിട്ടും ബൈബിൾ നൽകുന്ന ഒന്ന് രണ്ട് ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയെ അവിടുത്തെ പർവ്വതമായിരിക്കുന്ന ഹോരേബിലേക്ക് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുവരുമ്പോൾ ആ യാത്രയുടെ ഇടയിൽ ദൈവം മോശയ്ക്ക് മരുഭൂമിയിൽ വെച്ച് ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് പ്രത്യക്ഷനായി അവൻ്റെ കൈകളിലേക്ക് കൽപ്പലകകൾ എഴുതി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മോശയുടെ കൈകളിൽ കിട്ടിയ ആ കൽപ്പലകകൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം പാപം ചെയ്തതിൻ്റെ പേരിൽ മോശ ഈ കൽപ്പലകകളെ എറിഞ്ഞുടയ്ക്കുകയാണ് ഉണ്ടായത്. ഈ എറിഞ്ഞുടച്ചതിൻ്റെ ഭാരം ഈ മനുഷ്യൻ്റെ മനസ്സിൽ സജീവമായി നിന്നിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവം അവൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടിട്ട് ഒരു വട്ടം കൂടി അവനെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. 34-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീ തനിച്ച് എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരണം. നിന്നോടുകൂടെ പർവ്വതത്തിൽ ആരും കയറരുത്, പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത് എന്ന് കർശനമായിരിക്കുന്ന ഒരു നിയമം, കർശനമായിരിക്കുന്ന ഒരു താക്കീത് ദൈവം മോശയ്ക്ക് കൊടുക്കുകയാണ്. ഈ വേദഭാഗത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ദൈവവചനത്താൽ ശ്രമിക്കുകയാണ്. മോശയെ ദൈവം ഒറ്റയ്ക്ക് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. കർശനമായിട്ട് ദൈവം പറയുന്നു, ആരും നിന്നോടുകൂടെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറരുത്, നീ തനിച്ച് വേണം എൻ്റെ അടുക്കിലേക്ക് വരാൻ. 40 ദിവസങ്ങൾ ആ മനുഷ്യൻ ദൈവത്തോടു കൂടെ അവിടെ ഇരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ പദം എന്നെ വളരെയധികം സ്വാധീനിച്ചു. നീ ഒറ്റയ്ക്ക് എൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. ജീവിതത്തിൽ ദൈവം നമ്മളെ ഒറ്റയ്ക്ക് ക്ഷണിക്കുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, ഒറ്റയ്ക്ക് നമ്മൾ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ എന്നതുപോലെ മോശയുടെ ജീവിതത്തിലും ഇതാ ഒറ്റയ്ക്ക് ദൈവം അവനെ പർവ്വതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒറ്റയ്ക്ക് ദൈവം അവനെ പർവ്വതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ദൈവം ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സംഗതി, അവൻ മുൻപേ ഉടച്ചു കളഞ്ഞ ആ കല്ലുകളെ ദൈവം അവന് മടക്കി കൊടുക്കുകയാണ്. ജീവിതത്തിൽ ഏകാന്തത എന്തിന് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം നമുക്കിവിടെ കണ്ടെത്താനായിട്ട് കഴിയും. അത് എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ആത്മീക മൂല്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, ദൈവത്തോടുള്ള നല്ല സഹിത്വം. ഏകാന്തത കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കിത്തരിക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ എന്തോ ചില നഷ്ടബോധങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെടുകയാണോ? കർത്താവിന് ഇന്ന് പകലിൽ നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. അതിതാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സംഗതികളെ മടക്കിത്തരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏകാന്തത അനിവാര്യമാണ്. ദൈവം അനുവദിക്കുന്ന ആ ഏകാന്തതയുടെ നടുവിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന, ഭാരപ്പെട്ട് നടന്ന, അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നടന്ന ആ വസ്തുതകളെ ദൈവം നിശ്ചയമായിട്ടും ഈ ഏകാന്തതയിൽ നിങ്ങൾക്ക് തിരികെ തരാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തിനാണ് ഈ ഏകാന്തതയെന്ന് നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് സഹോദരങ്ങളെ. ഏറ്റവും പ്രധാനമായിട്ടും ദൈവം നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സംഗതികളെ മടക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തന്നെ എറിഞ്ഞുടച്ച ആ വസ്തുതകളെ, അതൊരു പക്ഷേങ്കിൽ ശുശ്രൂഷയാകാം, നല്ല കൃപാവരങ്ങളാകാം, ആത്മീക മൂല്യങ്ങളാകാം, പ്രാർത്ഥനയുടെ മണിക്കൂറുകളാകാം,
നല്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങളായാകാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ വസ്തുതകളെ മടക്കി തരാൻ വേണ്ടിയിട്ടാണ് ദൈവം ചില കാലയളവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതയെ അനുവദിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞത് നീ ഒറ്റയ്ക്ക് വരണമെന്ന് അവിടെ അവനോട് ആവശ്യപ്പെടാനുള്ള കാരണം, നീ എറിഞ്ഞുടച്ചതിൻ്റെ പകരം ഞാൻ നിനക്ക് തരാനായിട്ട് പോവുകയാണ്. നീ നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ പകരം ഞാൻ നിനക്കൊന്ന് തിരികെ തരാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയതിനെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ അലട്ടാൻ നാം അനുവദിക്കരുത്. കാര്യം ഈ ഒറ്റയ്ക്കിരിപ്പിൽ, ഈ ഏകാന്തതയുടെ തടവറയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരികയാണ്. അത് ജീവിതമാകട്ടെ, ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള വഴികളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, നല്ല ഭാവിയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങളിലേക്ക് മടക്കി തരാൻ ഈ ഏകാന്തത നിങ്ങൾക്ക് അനിവാര്യമാണ്. ആ പർവ്വതത്തിൽ മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും മോശയുടെ മുഖം മിന്നുന്നതായിട്ട് ഇസ്രായേൽ ജനം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മോശ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം അത് കാണുകയും ജനം മോശയോട് പറയുകയാണ്, നിൻ്റെ മുഖത്തിൻ്റെ ശോഭ കൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് നീ നിൻ്റെ മുഖത്ത് മൂടുപടമിടണമെന്ന് മോശയോട് ഇസ്രായേൽ ജനം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആ വാക്യം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഏകാന്തതയുടെ നടുവിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ ഒരു വസ്തുതയുണ്ട്. അത് അവന് മനസ്സിലായില്ലെങ്കിൽ പോലും ചുറ്റുമുള്ളവർ കാണത്തക്കവണ്ണം ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ കാണത്തക്കവണ്ണം ഒരു അടയാളം ദൈവം അവൻ്റെ മുഖത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതകൾ അനുവദിക്കുന്നത്? അതിൻ്റെ രണ്ടാമത്തെ ഉത്തരം ഇതാണ്: മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചില ഏകാന്തതകൾ. ചില ദിവസങ്ങൾ, ചില വർഷങ്ങൾ നിങ്ങൾ തടവറയിലെന്നതുപോലെ ജീവിച്ച് മുന്നോട്ട് പോയവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഏകാന്തതയുടെ തടവറ പൊളിച്ച് പുറത്തേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ട് മറ്റുള്ളവർ കാണത്തക്കവണ്ണം എന്തോ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അത് മോശയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടു നിന്ന ഇസ്രായേലിയർക്ക് മനസ്സിലായി, ഇവൻ്റെ മുഖത്ത് ഒരു ശോഭയുണ്ട്, ഇവൻ്റെ മുഖത്തൊരു തേജസ്സുണ്ട്, അതവൻ ഏകാന്തതയുടെ തടവറയിൽ ഇരുന്നതിൻ്റെ അടയാളമായിരുന്നു എന്ന് ഇസ്രായേലിയർക്ക് ബോധ്യപ്പെടുമാറ് ദൈവം അവൻ്റെ മുഖത്തൊരു തേജസ് വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. രണ്ടാമത്തെ ഉത്തരം ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ ഏകാന്തത, എന്തിനാണ് ഈ ഏകാന്തതയുടെ തടവറയിൽ നിങ്ങളെ ദൈവം അടച്ചുപൂട്ടിയിരിക്കുന്നത്? രണ്ടാമത്തെ ഉത്തരവും വളരെ ലളിതമാണ്. മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഒരടയാളം നിങ്ങളുടെ മുഖത്തുണ്ടാകാനാണ് ദൈവം ഈ ഏകാന്തതയിൽ നിങ്ങളെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ വെല്ലുവിളികളുണ്ടല്ലോ, ഈ ഒറ്റയ്ക്കുള്ള ഈ ഇരിപ്പ്, ഒറ്റയ്ക്കുള്ള ഈ ജീവിത സാഹചര്യം, ഇതെല്ലാം പൊളിച്ച് നിങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റുള്ളവർ കാണത്തക്കവണ്ണം, മറ്റുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കണക്കിന്, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമാറ് ദൈവം ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് നൽകാനായിട്ട് പോകുന്നു. ഈ വചനം അതിന് നിങ്ങളെ പ്രചോദനപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഒരാളെ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. കർത്താവിൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്ന യേശു അധികം സ്നേഹിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ആ മനുഷ്യന് 90 വയസ്സിലധികം പ്രായമുണ്ടായിരിക്കുമ്പോൾ ഡൊമീഷ്യൻ എന്ന് പറയുന്ന ഒരു വലിയ ചക്രവർത്തി അദ്ദേഹത്തെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ തിളച്ച എണ്ണയ്ക്ക് യോഹന്നാനെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു കേടും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഡൊമീഷ്യൻ അദ്ദേഹത്തെ ഈജിയൻ കടലിൻ്റെ നടുവിലുള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഈജിയൻ കടലിൻ്റെ നടുക്കുള്ള പത്മോസിൽ നാടുകടത്തപ്പെട്ട ആരും തന്നെ എഫസോസിലോ സ്വന്തം നാട്ടിലേക്കോ മടങ്ങി വന്നിട്ടില്ല. എന്നാൽ യോഹന്നാൻ, വൃദ്ധനായ യോഹന്നാന് ആ പത്മോസിൽ ദൈവം ഒരു ഏകാന്തതയെ അനുവദിക്കുകയാണ്. ചരിത്രം പറയുന്നത് 2 വർഷമാണ് അദ്ദേഹം ആ പത്മോസിൽ ജീവിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൻ്റെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തെ ആ പത്മോസിൽ കൊണ്ടിട്ടതിൻ്റെ ഒരു കർത്തൃദിവസത്തിൽ അദ്ദേഹം ആത്മവിമർശനായി ക്രിസ്തുവിൻ്റെ സപ്തവിഭൂഷിതമായിരിക്കുന്ന രൂപത്തെ അദ്ദേഹം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. 3.5 വർഷം തൊട്ടുരുമി നടന്നപ്പോൾ കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ മറ്റൊരു ഭാവം യോഹന്നാന് പത്മോസിൽ വെച്ച് വെളിപ്പെട്ട് വരികയാണ്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത യേശുവിൻ്റെ മറ്റൊരു രൂപത്തെ, മറ്റൊരു ശബ്ദത്തെ, മറ്റൊരു അനുഭവത്തെ യോഹന്നാന് പത്മോസിൽ വെച്ച് ദർശിക്കുവാനായിട്ട് കഴിയുകയാണ്. നിങ്ങൾ ചോദിക്കുന്നില്ലേ, നിങ്ങൾക്ക് എന്തിനാണ് ഈ ഏകാന്തത? അതിൻ്റെ കാരണം, മൂന്നാമത്തെ കാരണവും വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മറ്റൊരു രൂപത്തെ കാണാൻ, നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മറ്റൊരു ശബ്ദം കേൾക്കാൻ, നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മറ്റൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനാണ് ഈ ഏകാന്തത നിങ്ങൾക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നത്. പത്മോസിൽ യേശുവിനെ കണ്ടത്, മൂന്നര കൊല്ലം കൂടെ നടന്ന യേശുവിനെ അല്ല യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുന്നത്. മറ്റൊരു യേശുവിനെ, മറ്റൊരു അനുഭവത്തെ, മറ്റൊരു ശബ്ദത്തെ, താൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത മറ്റൊരു ക്രിസ്തുവിനെ അവൻ പത്മോസിൽ വെച്ച് കാണുകയാണ്.
എന്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകൾ? ദൈവം അനുവദിച്ച ഏകാന്തതകൾക്ക് ദൈവത്തിൻ്റേതായിരിക്കുന്ന ഉത്തരമുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത യേശുവിനെ തൊട്ടറിയാനാണ് ഈ ഏകാന്തത. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവത്തെ കാണാനാണ് ഈ ഏകാന്തത. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. എന്തിന് എന്നെ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാൻ ആർക്കും ഇനി അനുവാദമില്ല. സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 123 രാഷ്ട്രങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ആ വലിയ പ്രസ്ഥാനത്തിൽ ജനറൽ വില്യം ബൂത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ ഒരു ചെറുപ്പക്കാരൻ വില്യം ബൂത്തിൻ്റെ അടുക്കൽ കടന്നു വരുവാനായിട്ട് ഇടയാത്തീർന്നു. വില്യം ബൂത്തിനോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സാൽവേഷൻ ആർമിയിൽ എന്തെങ്കിലും ഒരു പദവി തന്ന്, എന്തെങ്കിലും ഒരു കൊച്ചു ജോലി തന്ന് എന്നെയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തണമെന്ന് ആ ചെറുപ്പക്കാരൻ വില്യം ബൂത്തിനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് തക്ക യോഗ്യമായിരിക്കുന്ന ഒരു ജോലി കൊടുക്കാൻ, പദവി കൊടുക്കാൻ അന്ന് സാൽവേഷൻ ആർമിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്നില്ല. അദ്ദേഹത്തിന് നിർബന്ധപൂർവം ഈ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം വളരെ അധികമായി പ്രകടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വിധേയനായി വില്യം ബൂത്ത് അവിടെ വരുന്ന സായിപ്പുമാരുടെ ഷൂ തുടയ്ക്കുവാനും ആ ഷൂ സൂക്ഷിക്കേണ്ടതിനുമായിട്ട് ഒരു ഷൂ മുറിയിലേക്ക് ഈ മനുഷ്യനെ, ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുവാനായിട്ട് ഇടയാത്തീർന്നു. അവനോട് പറഞ്ഞു, ഈ ഒരു ജോലിയല്ലാതെ മറ്റൊരു ജോലി ഇവിടെയില്ല. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലാത്ത പക്ഷം താങ്കൾക്ക് മടങ്ങിപ്പോകാം. അദ്ദേഹം പറഞ്ഞു, ധൈര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ ഷൂ തുടച്ച് വൃത്തിയാക്കുന്ന ആ മുറിയിൽ, ഷൂ സൂക്ഷിക്കുന്ന ആ മുറിയിൽ ജീവിതം ബാക്കിയാക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായി. അദ്ദേഹം ആ ഇടത്തേക്ക് കടന്നുപോയി. 1-2 വർഷമല്ല, 16 വർഷമാണ് ആ മനുഷ്യൻ ആ ഷൂ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുവാനായിട്ട് ഇടയാത്തീർന്നത്. സാൽവേഷൻ ആർമിയുടെ വലിയൊരു കൺവെൻഷൻ നടക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സുവിശേഷ പ്രസംഗത്തിൻ്റെ പരമ്പര നടക്കുന്ന ഒരു കാലം. 7ാമത്തെ ദിവസം പ്രസംഗിക്കേണ്ടുന്ന ഒരു വലിയ മനുഷ്യൻ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ആ വേദിയെ ധന്യമാക്കേണ്ടതായിട്ടുണ്ട്. ഒടുവിലത്തെ ദിവസം ആ മനുഷ്യനാണ് പ്രസംഗിക്കേണ്ടുന്നത്. എന്നാൽ അദ്ദേഹം വരുന്നതിനും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വില്യം ബൂത്തിന് ഒരു ടെലഗ്രാം അടിക്കുകയാണ്, താങ്കൾ സംഘടിപ്പിച്ച ആ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് എന്നെ വിലക്കുകയാണ്. അതുകൊണ്ട് തക്ക യോഗ്യനായ മറ്റൊരാളെ കണ്ടെത്താനായിട്ട് ഈ പ്രസംഗിക്കാൻ നിയുക്തനായ ദൈവദാസൻ ജനറൽ വില്യം ബൂത്തിന് ടെലഗ്രാം അടിക്കുകയാണ്. ഒടുവിലത്തെ നിമിഷം താൻ ആരെ കണ്ടെത്തുമെന്ന് ഭയചകിതനായി, വളരെ വിഭ്രാന്തിയോടുകൂടെ, ഭ്രാന്തനെ പോലെ അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ചെന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ഈ ഒടുവിലത്തെ നിമിഷം ഞാൻ ആരെയാണ് കണ്ടെത്തേണ്ടുന്നത്? ആ പ്രാർത്ഥനാ മുറിയിൽ ജനറൽ വില്യം ബൂത്തിന് ദൈവം ഒരു പേര് വെളിപ്പെടുത്തി കൊടുത്തു. അത് സാമുവൽ ബ്രിംഗിളിൻ്റെ പേരായിരുന്നു. 16 വർഷം കൊണ്ട് താൻ ഷൂ മുറിക്കകത്ത് അടച്ചു പൂട്ടി ആ മനുഷ്യൻ്റെ പേര് ദൈവം ഭിത്തിയിൽ എഴുതി കാണിച്ചു കൊടുത്തു. ഇവനെയാണ് ഒടുവിലത്തെ ദിവസം പ്രസംഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടുന്നത്. അദ്ദേഹം അന്താളിച്ചു പോയി. ഈ ചെറുപ്പക്കാരനെയോ, ഈ 16 കൊല്ലം കൊണ്ട് ഷൂ വൃത്തിയാക്കുന്ന അവനെയാണോ ഈ ഒടുവിലത്തെ യോഗത്തിൽ പ്രസംഗിപ്പിക്കേണ്ടുന്നത്? ദൈവം ആവർത്തിച്ച് പറഞ്ഞു, അതെ, സാമുവൽ ബ്രിംഗിളാണ് ഒടുവിലത്തെ യോഗത്തിൽ പ്രസംഗിക്കേണ്ടുന്നത്. അദ്ദേഹം നേരെ ആ ഷൂ മുറിക്കകത്ത് ഓടി. അദ്ദേഹം ധരിച്ചിരുന്ന കോട്ട് സാമുവൽ ബ്രിംഗിളിനെ ധരിപ്പിച്ചു. കുളിച്ച് സുന്ദര കുട്ടപ്പനാക്കി അദ്ദേഹത്തെ വേദിയിൽ കൊണ്ടു നിർത്തി. അന്ന് സാൽവേഷൻ ആർമിയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ഒരു വലിയ ആത്മപ്രവൃത്തി അവിടെ ഉണ്ടാകുകയും കേട്ടുകൊണ്ടിരുന്ന ആ യോഗത്തിന് തടിച്ചുകൂടിയ സകല ജനത്തിൻ്റെ മേലും ഒരു വലിയ ആത്മപ്രവാഹം നടക്കുവാനും ഇടയായിത്തീർന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏകാന്തത എന്നേക്കുമുള്ള ഒരു തടവറയല്ല. അത് പൊളിച്ച് നമ്മൾ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ദൈവം അനുവദിച്ച എല്ലാ ഏകാന്തതകൾക്കും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ ദൈവം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുറത്ത് കടക്കാൻ കഴിയാത്ത എല്ലാ പഴുതുകളും അടഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ എന്നും ഇനി തനിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അല്ലല്ല, ഈ ഏകാന്തതകൾക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ, മറ്റുള്ളവർ കാണത്തക്കവണ്ണം ബോധ്യപ്പെടുമാറ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ, നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ ദൈവശബ്ദവും പുതിയ ദൈവിക അനുഭവങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവം നിങ്ങൾക്ക് ഈ ഏകാന്തതയെ അനുവദിച്ചിരിക്കുകയാണ്. എന്നും സാമുവൽ ബ്രിംഗിളിനെ ആ ഷൂ മുറിക്കകത്തിട്ട് പൂട്ടാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അത് 16 അല്ല, 120, 160 കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നാലും ആ തടവറകളെ പൊളിച്ച് കർത്താവ് നിശ്ചയമായിട്ടും
ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ഏകാന്തതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ തടവറകളെ പൊളിച്ച് നിങ്ങൾ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. അതിനു വേണ്ടിയിട്ട് ദൈവകരങ്ങളിൽ കൊടുക്കാം. ദൈവത്തിൻ്റെ കൃത്യതയുള്ള ഒരു സമയത്ത് ആ ഏകാന്തതകൾ പൊട്ടിച്ച് ഒരു പക്ഷി കൂട് വിട്ട് പറന്നു പോകുന്നത് പോലെ നിങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.